നമസ്തേ, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്കിൻ കെയർ, അതായത് വിൻ്റർ സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് മുന്നേ ഞാൻ കുറച്ച് നാൾ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചയോളം ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മെഡിസിൻ്റെ റിയാക്ഷനായിട്ട് എൻ്റെ ഫേസിൽ ഇങ്ങനെ ഓരോരോ കുഴപ്പങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരുന്നു ഞാൻ ചെയ്യാതിരുന്നത്. എന്താ പറയുക, അത് ഞാനിപ്പോൾ ക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് പറ്റിയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഒരു മെഡിസിൻ റിയാക്ഷൻ ആയിരുന്നു കാരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നാളിങ്ങനെ ഡിലേ ആയിട്ടിരിക്കുകയായിരുന്നു, വീഡിയോ ഒന്നും ചെയ്യാതെ. ഇനി ഞാൻ കണ്ടിന്യൂസ്ലി മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. മറ്റേ വ്ളോഗ് ചാനലാണെങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. കുറേ പേര് ചോദിക്കുന്നുണ്ട് വേറെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ എന്താ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം നമ്മൾ റോഡിൻ്റെ ബാൽക്കണിയിലായിരിക്കുന്നത്. അപ്പോൾ റോഡിൽ പോകുന്ന കുറേ വണ്ടികളുടെ സൗണ്ടും പിന്നെ അപ്പുറത്ത് മരം മുറിക്കുന്നതിൻ്റെ സൗണ്ടും അപ്പുറത്തെ വീട്ടിൽ ടി വിയുടെ സൗണ്ടൊക്കെ കേൾക്കും. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് സൗണ്ട് ഇല്ലാതെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തെങ്കിലും ഡേ ലൈറ്റ് പോകും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ബാൽക്കണിയിൽ വന്നിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിൻ്റർ ബോഡി കെയർ റൂട്ടീൻ, എൻ്റെ കറൻറ്റ് റൂട്ടീനാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പണ്ടൊക്കെ ഞാനിങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, അതല്ലാതെ ഞാൻ തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഞാൻ തന്നെ യൂസ് ചെയ്തിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. അതായത് വിൻ്ററിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഞാൻ വാങ്ങിച്ചത് അതിന് വേണ്ടിയിട്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നതിന് മുന്നേ എന്താണ് പ്രൊഡക്റ്റ് എന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു പ്രൊഡക്റ്റാണ് caffeineൻ്റെ ഈ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് നിങ്ങൾ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിൽ തന്നെ ആണെങ്കിലും കുറേ പേര് റിവ്യൂ ചെയ്തിട്ട് കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. എന്നോട് തന്നെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യണമെന്നുള്ളത്. അപ്പം ഈ ഒരു വിൻ്റർ സീസണിനാണെങ്കിൽ തന്നെ കുറേ പേർക്ക് പ്രശ്നം വരുന്നത് ഡ്രൈ സ്കിന്നുള്ളവർക്കായിരിക്കും. ഈ ഭയങ്കര ഫ്ലേക്സ് ആയിട്ട് പോകുന്നതും അല്ലാതെ ഭയങ്കര ഡ്രൈ ആയിട്ട് നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ഗ്ലോ നഷ്ടപ്പെടുന്നൊക്കെ ഒരു സമയമാണ് വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓയിലി സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് തന്നെ ആണെങ്കിലും നമ്മുടെ ഹീൽസ് അല്ലെങ്കിൽ എൽബോ, നീസ് അവിടെയൊക്കെ ഡെഡ് സ്കിൻസ് കൂടുന്ന സമയമാണ് ഈ ഒരു വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ബോഡി പോളിഷിങ് കിറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് അതിൻ്റെ കൂടെ ഫേസ് വാഷ്, പിന്നെ അതുപോലെ തന്നെ ഫേസ് സ്ക്രബ്, പിന്നെ നമുക്ക് ഗ്രീൻ ടീയുടെ ഒരു ബോഡി ലോഷൻ, അങ്ങനെ കൂടുതൽ ഫ്രീ ആയിട്ടൊരു ദിവാലി ഓഫറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ഞാനിപ്പോൾ ഉടനെ കാണിക്കുന്നില്ല, വഴിയെ കാണിക്കാം. ഇപ്പോൾ ഞാൻ 3 പ്രൊഡക്ട്സാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് സ്ക്രബ്, പിന്നെ ഒന്ന് ഒരു ബോഡി പോളിഷിങ് ഓയിൽ, പിന്നെ caffeineൻ്റെ തന്നെ ഒരു ബോഡി ലോഷൻ. അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ സ്പോൺസർ വീഡിയോ ഒന്നുമല്ല, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതൊക്കെയാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ അവളെ തന്നെ പ്രസ് ചെയ്യാം. പിന്നെ ഈ ഡ്രസ്സ് കണ്ടെന്ന് തോന്നിയത് വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും ഒരുങ്ങാനൊരു മൂടില്ല ഇപ്പോൾ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മുഖത്തിൻ്റെയൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് യൂസ് ചെയ്യുന്നുള്ളതും എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു 3 പ്രൊഡക്റ്റാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. caffeineൻ്റെ കോഫി ബോഡി സ്ക്രബ്, ബോഡി പോളിഷിംഗ് ഓയിൽ ആൻഡ് കോഫി ബോഡി ലോഷൻ. അപ്പോൾ ഇത് കൂടാതെ വേറെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു 3 പ്രൊഡക്റ്റിൻ്റെ പാക്കേജിംഗ് ഒക്കെ ഇങ്ങനെയാണ്. ഭയങ്കര ക്യൂട്ട് പാക്കേജിംഗ് ആണ്, ഭയങ്കര റിച്ച് ആൻഡ് ഒരു എലഗൻറ്റ് പാക്കേജിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല രസമാണ് ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഞാനല്ല, അമ്മയാണ് അപ്ലൈ ചെയ്യുന്നത്. ചേട്ടൻ്റെ, അതായത് അമ്മയുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ കയ്യിലിങ്ങനെ അപ്ലൈ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ചേട്ടൻ്റെ കൈ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പം ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ഒരു കയ്യിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിത് സ്ക്രബ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നമ്മുടെ കൈ വെറ്റാക്കി വെച്ചേക്കണം. നനഞ്ഞ കയ്യിലേ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് റാഷ് ആവും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടോ, ഈ ഒരു കളറാണ് വരുന്നത്. നമ്മുടെ നെസ്കഫേയുടെ കോഫിയുടെ കളറൊക്കെ ഈ ഒരു കളറല്ലേ വരുന്നത് സാധാരണ. അപ്പം ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുകയാണ് നമ്മുടെ ആ ഒരു നനഞ്ഞ സ്കിന്നിലേക്ക്. ഇത് നല്ലപോലെ അപ്ലൈ ചെയ്യണം. അപ്പം അമ്മയും ചേട്ടനും പറഞ്ഞ് ചിരിക്കുമായിരുന്നു, ഈ വലിയ മീനൊക്കെ മാരിനേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുമായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര സൗണ്ടായിരുന്നു മരം മുറിക്കുന്നതിൻ്റെയൊക്കെ. അത് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭയങ്കര രസകരമായിട്ടൊരു കാര്യമായിരുന്നു ഇത് അപ്ലൈ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന വഴി ബോഡി നല്ലപോലെ പോളിഷ്ഡ് ആകും, അതായത് ഡെഡ് സ്കിൻസൊക്കെ റിമൂവ് ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അറബിക്ക എന്ന് പറയുന്ന കോഫിയാണ് ഇതിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ളത്. അതായത് ഭയങ്കര ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ്. ഇത് പാരബിൻ ഫ്രീ ആണ്, പിന്നെ ക്രുവാലിറ്റി ഫ്രീ ആണ്, പിന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്
ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ അടുത്തത് ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞങ്ങളൊരു 10 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം അത് ഞങ്ങൾ തുടച്ച് മാറ്റി. അതിന് ശേഷം ഈ പോളിഷിങ് ഓയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്യുകയാണേ. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുലൈറ്റ് അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്സ് പിന്നെ അതുപോലെ തന്നെ ഡെഡ് സ്കിൻസൊക്കെ റിമൂവ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഗ്ലോ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോളിഷിങ് ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വെളിച്ചെണ്ണയുടെ കൺസിസ്റ്റൻസി ഒന്നുമല്ല, ഭയങ്കര നോൺ സ്റ്റിക്കിയാണ്, എന്നാൽ ഒരു ലൈറ്റ് മോയ്സ്ചറൈസിങ് എഫക്റ്റാണ് നമ്മുടെ സ്കിന്നിന് തരുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കോഫി ബീൻസിനകത്ത് ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് കോഫി ബീൻസായിട്ട് കാണുന്നത്, ഞാനിങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ വൈറ്റമിൻ ഇ, റോസീഡ് ഓയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് മിനറൽ ഫ്രീ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് ഈ ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ ഗ്രീസി ജെൽ ലോഷനാണ്. അപ്പം ഇതോടുകൂടി തന്നെ നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ ഇത് നല്ല പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ സ്കിന്ന് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുന്നത്. ഭയങ്കര റിച്ച് സ്മെല്ലാണ് എടുത്ത് പറയേണ്ടത്. കാരണം ഒരു സ്പാ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ബോഡി പോളിഷിങ് ചെയ്യുന്ന ഒരു എഫക്റ്റ് തന്നെയാണ് ഇതിനകത്തും കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറൻസ്. ഒരു ഗ്ലോയിങ് ഒക്കെ തോന്നിക്കുന്നില്ലേ മറ്റേ കൈയിനേക്കാളും. അപ്പോൾ നമ്മൾ ഈ ഒരു 3 പ്രൊഡക്റ്റിൻ്റെയും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒറ്റ യൂസിനുള്ള ഡിഫറൻസാണ് ഞങ്ങളിപ്പോൾ കാണിച്ചേക്കുന്നത്. അതല്ലാതെ ഇത് നമുക്ക് എന്തെങ്കിലും സ്ട്രെച്ച് മാർക്സോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻസോ അങ്ങനെ ബോഡിയിലൊക്കെ ഉണ്ടെങ്കിൽ ഡെഡ് സ്കിൻസൊക്കെ റിമൂവ് ചെയ്യുന്നത് ഒറ്റ യൂസിന് തന്നെ മാറും. അതല്ലാതെ ഞാൻ പറയുന്നത് ഇപ്പം പെട്ടെന്നൊരു കളർ ചേഞ്ച് ഉണ്ടാവും അങ്ങനെ വിചാരിക്കരുത്. ടാൻ റിമൂവ് ചെയ്യും പെട്ടെന്ന്. അതല്ലാതെ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് കണ്ടു തുടങ്ങണമെങ്കിൽ ഒരു 1.5 മാസമൊക്കെ ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താൽ മാത്രമേ അതിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഇലക്ഷൻ്റെ കലാശക്കൊട്ടാണ്, അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ ഈ വീഡിയോ നിർത്താൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങാം. ഇത് 100% എന്താ പറയുക അറബിക് കോഫി വെച്ചിട്ടുണ്ടാക്കിയ അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്തായാലും യൂസ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. പിന്നെ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ടേക്ക് കെയർ.